പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് നിങ്ങളുടെ മുമ്പിൽ ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായിട്ടാണ് ഞാൻ ആയിരിക്കുന്നത്. ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്ത കുറച്ച് സാക്ഷ്യങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുന്നത്. നമ്മൾ തമ്പനയിൽ കണ്ടതുപോലെ മാർക്ക് 5:19 ദൈവം എന്താ പറയുന്നത്? ദൈവം ആരോട് പറയുന്നു? ദൈവം എന്ത് പറയുന്നു? ദൈവം ആരോട് പറയുന്നു? ദൈവം ബൈബിളിൽ ഒരു ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയ കാര്യം, അതല്ലെങ്കിൽ പൂർണ്ണ ഡെലിവറൻസ് കൊടുത്ത ഒരു സാക്ഷ്യം നമ്മൾ വചനത്തിൽ കൂടെ വായിക്കുന്നുണ്ട്. ആ ഭൂതഗ്രസ്തൻ ദൈവത്തിൻ്റെ പിന്നാലെ ദൈവത്തിനെ ഫോളോ ചെയ്യാനായിട്ട് പോയ സാഹചര്യത്തിൽ ദൈവം ആ ഭൂതഗ്രസ്തനോട് പറയുകയാണ്, ഞാൻ നിനക്ക് ചെയ്തത് എല്ലാം, ഞാൻ നിന്നോട് കരുണ കാണിച്ചതെല്ലാം നിനക്ക് വേണ്ടപ്പെട്ടവരോട് ചെന്ന് പറയുക, യുവർ ഓൺ പീപ്പിളിനോട് ചെന്ന് പറയുക എന്നാണ് യേശുപ്പച്ചൻ പറയുന്നത്. അപ്പോൾ ദൈവം എന്തോ ആ വ്യക്തിയെടുത്ത് പറഞ്ഞത്, നീ എൻ്റെ സാക്ഷിയായി തീരുക, മറ്റുള്ളവരുടെ അടുത്ത് നീ എൻ്റെ ഒരു സാക്ഷിയായി തീരുക എന്നാണ് ആര് പറയുന്നത്? യേശുക്രിസ്തു പറയുന്നത്. സോ അത് നമുക്ക് ബാധകമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം പല നന്മകൾ ചെയ്തിട്ടുണ്ട്, പല വിടുതലുകൾ ദൈവം നമുക്ക് അയച്ചിട്ടുണ്ട്. അത് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. സോ ഐ ആം ഷെയറിങ് മൈ ടെസ്റ്റിമണി ടു ആരൊക്കെ കേൾക്കുന്ന അവർക്കിൻ്റെ അടുത്തെല്ലാം ഞാൻ എൻ്റെ ടെസ്റ്റിമണി പറയുക. ഓക്കെ, ആക്ച്വലി നമ്മൾ ദൈവകൃപയിൽ, അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലോട്ട് മുന്നേറാൻ ശ്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊന്നും അനുകൂലമായിരിക്കത്തില്ല, ഒരിക്കലും അനുകൂലമായിരിക്കത്തില്ല. അങ്ങനെ എനിക്ക് ഈ ആരാധനയിലൊക്കെ പങ്കെടുക്കാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഞാൻ പണ്ട് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്ന എൻ്റെ ഭവനം എന്ന് പറയുന്ന ഒരു വില്ലേജ് പോലുള്ള ഒരു കുറച്ച് ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു ചർച്ചിലോട്ട് ആരാധനയ്ക്ക്, അതല്ലെങ്കിൽ ഒരു പ്രെയറിനായിട്ട് പോകാനായിട്ട് എനിക്ക് ഭയങ്കര ആഗ്രഹം. അത് ഒന്നല്ല, കണ്ടിന്യൂസ് ദിവസത്തിൽ എനിക്ക് പോകണം. അപ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന വെല്ലുവിളി എന്ന് പറയുന്നത്, എനിക്കതിനായിട്ടുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പ് ഇല്ല. അതുമല്ല, നല്ല ഡിസ്റ്റൻസ് ആയിരിക്കും അവിടെ എത്തിച്ചേരാനായിട്ട്. എൻ്റെ ഒരു ഡേ തന്നെ നന്നായിട്ട് പോവും, അതായത് ഫുൾ നമ്മൾ ടയേർഡ് ആവുന്ന ഒരവസ്ഥ. അപ്പോൾ ഇതെല്ലാം എൻ്റെ വെല്ലുവിളിയായിരുന്നു. എന്നാലും ഞാൻ പോകാമെന്ന് വിചാരിച്ചു. ഞാൻ അങ്ങനെ മുന്നോട്ട് കാഴ്ചപ്പാടുകൾ വെച്ചപ്പോൾ എനിക്ക് അത്രയും ദിവസം പോകാനുള്ള സാമ്പത്തികം ഒരുങ്ങി വന്നില്ല. പക്ഷേ എന്നാലും അതിനേക്കാളും കുറച്ച് കുറഞ്ഞ ഒരു എമൗണ്ട് ഞാൻ എൻ്റെ എൻജിനീയറിങ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന എൻ്റെ മാമിൻ്റെ അടുത്തൊന്ന് ഞാൻ ചോദിച്ച് കടം മേടിച്ചായിരുന്നു. സോ അതിന് ഞാൻ ഒരു 10 ദിവസം പോവേണ്ടതിന് 5 ദിവസത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ദിവസം പോകണം. അതിന് നമുക്ക് പർട്ടിക്കുലർ എമൗണ്ട് ആവശ്യം, പക്ഷേ അതിൻ്റെ ഒരു പകുതിയേ കിട്ടിയുള്ളൂ. അപ്പോൾ അതിനെ വെച്ചിട്ട് ഞാൻ 10 ദിവസത്തെ പോകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്തു. അതായത് ഞാൻ താമസിക്കുന്നിടത്ത് നിന്ന് എനിക്ക് ബസ് ഡിപ്പോയിലോട്ട് പോകണമെങ്കിൽ തന്നെ ഒരു ഹാഫ് ആൻ അവർ എബോ നമ്മൾ നടക്കുവാണെങ്കിൽ. അതല്ല, നമ്മൾ വേറെ ഏതെങ്കിലും വാഹനങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചാർജ് ആവും, പ്ലസ് പിന്നെ ബസ് കൂലി, അതെല്ലാം കൂടെ വരുമ്പോൾ എനിക്ക് എമൗണ്ടിൽ നിൽക്കത്തില്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഞാൻ കാൽനടയായിട്ട് ഇവിടെ ബസ് സ്റ്റോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ താമസിക്കുന്ന ഏരിയയെ കുറച്ച് ബസ് സ്റ്റോപ്പിലോട്ട് പോകുമ്പോൾ കുറച്ച് ഒത്തിരി അധികം ഏരിയയിൽ ആൾ താമസമില്ല, എല്ലാം ഒരു കാട് പിടിച്ച് അതിനെ കിടക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് പോകുകയെന്ന് പറഞ്ഞ ഒരു ലേഡിയെ സംബന്ധിച്ച് അത് സേഫുള്ള കാര്യമല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ, യേശുപ്പച്ചനുണ്ട്, കൂടെയുണ്ട്, നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് അങ്ങ് നടന്നു. ലാഭിക്കണമല്ലോ, ക്യാഷ് ലാഭിക്കണമല്ലോ, മൾട്ടിപ്ലൈ യൂസ് ഉണ്ടാക്കണമല്ലോ. അങ്ങനെ ഞാനങ്ങനെ നടന്ന് പോയപ്പോൾ എനിക്ക് പേടി തോന്നി, ഭയം തോന്നി. ഞാൻ ഒറ്റയ്ക്ക് നടന്ന് ആദ്യം ധൈര്യമായിട്ടൊക്കെ നമ്മൾ ധൈര്യം സംഭരിച്ചിട്ടൊക്കെ അങ്ങനെ പോകുമ്പോൾ കുറച്ച് ആ ധൈര്യമൊക്കെ ഇങ്ങനെ കുറച്ച് കുറയാൻ തുടങ്ങി. അങ്ങനെ കുറഞ്ഞ് മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ടു. ഈ ചെരുപ്പ്, ഒരു വ്യക്തി നടക്കുമ്പോൾ ഒരു ചെരുപ്പിൻ്റെ ഒരു ശബ്ദം ഉണ്ടാവുമല്ലോ, അങ്ങനെ ഒരു ശബ്ദം ഞാൻ കേട്ടായിരുന്നേ. അങ്ങനെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഏതോ ഒരു വ്യക്തി ബാക്കിൽ നടക്കുവാണ്. എനിക്ക് ആശ്വാസമായി, ഒരു ഹെൽപ്പിന് ആളുണ്ടല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ചു. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോൾ ഞാൻ ആരെയും കണ്ടില്ല. പക്ഷെ ഞാൻ ലിറ്ററലി എൻ്റെ ചെവിയിൽ കേട്ടതാ ഒരാൾ നടക്കുന്ന ശബ്ദം. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും തിരിഞ്ഞ് നടന്നു. വീണ്ടും നടന്നപ്പോൾ വീണ്ടും ആ ശബ്ദം കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, അത് യേശുപ്പച്ചൻ്റെ പ്രൊട്ടക്ഷനാണ്, ദൈവത്തിൻ്റെ ദൂതനാണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ദൈവം വചനത്തിൽ പറയുന്നുണ്ടോ, നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് ദൈവം ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. സോ ആ വചനം എൻ്റെ ജീവിതത്തിൽ അങ്ങ് പ്രാവർത്തിയായി. അന്ന് എന്നെ കാണാൻ ആരുമില്ല, നമ്മുടെ സങ്കടങ്ങളും കാണാൻ ആരുമില്ല, നമ്മുടെ സ്ട്രഗിൾ കാണാൻ ആരുമില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ അത് കാണാനായിട്ട് ആരും ഉണ്ടായിരുന്നു? ദൈവം ഉണ്ടായിരുന്നു.
ഇതുപോലെ തന്നെ ഒത്തിരി സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ പറയാനുണ്ട്. അപ്പോൾ നമ്മളെ ഡെലിവർ ചെയ്യുന്ന ദൈവമാണ്. ഭൂതഗ്രസ്റ്റിന് മാത്രം വിടുതൽ കൊടുത്തിട്ടിങ്ങനെ ദൈവം ഇരിക്കുകയല്ല, നമ്മളെയും ഡെലിവർ ചെയ്യാൻ ദൈവം ശക്തനാണ്. അത് എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത ഒരു സാക്ഷ്യമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. ഇനി എന്നെ ഒരു ഒരു എന്തോ ഞാൻ ഒരു ഡാമേജായി പോകുന്നത്, അതായത് എനിക്കൊരു ഹാംഫുള്ളായ ഒരു സിറ്റുവേഷനെ ദൈവം എന്ന് വെച്ചാൽ എന്നെ അതിൽ നിന്ന് ഡെലിവർ ചെയ്ത് എനിക്ക് സൗഖ്യം തന്ന ഒരു സാക്ഷ്യം കൂടെയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മുട്ട ബജി ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അങ്ങനെ ഞാൻ മുട്ട ബജി ഉണ്ടാക്കണമെങ്കിൽ നല്ല ഡീപ്പ് എണ്ണയിലത് ഇട്ടാലേ അത് അത്രയും നന്നായിട്ട് പെർഫെക്റ്റായിട്ട് വരത്തുള്ളൂ. അങ്ങനെ ഞാൻ കിച്ചണിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ എന്തോ ചിന്തിച്ചിരുന്നിട്ട് ഞാൻ ഈ എണ്ണയിലോട്ട് ഇതിന് നല്ലതായിട്ട് ഫോഴ്സിലിട്ടു. ഇട്ടപ്പോൾ അതേ ഫോഴ്സിൽ ആ എണ്ണ എൻ്റെ കയ്യിൽ ഇത്രയും ദൂരം അങ്ങ് വന്നായിരുന്നു. ഇത്രയും വന്നു. അപ്പോൾ വന്നപ്പോൾ നല്ല തിളച്ച എണ്ണയാണ് വന്ന് വീണത്. ഇത്രയും ദൂരം ഇങ്ങി വന്നായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കൈയൊക്കെ നീറി തുടങ്ങി, ചുവന്ന് തുടങ്ങി, അത് കഴിഞ്ഞ് കറുത്ത് തുടങ്ങി. അപ്പോൾ ഞാൻ മനസ്സിലായി ഇത്രയും സ്കിന്ന് പോയി കിട്ടി. അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് എനിക്കൊരു പ്രേരണ തോന്നി പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കയ്യിൽ വെച്ച് ഞാൻ തന്നെ സ്വന്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച ഒരു ഇതെന്ന് പറയുന്നത്, എൻ്റെ കയ്യിൽ നല്ല ചൂട് അനുഭവപ്പെട്ടു. ഒരു ഹീറ്റിംഗ് ഒരു പോലുള്ള കയ്യിൽ എണ്ണ വീണേൻ്റെ ഒരു നീറ്റലുണ്ട്, അതല്ല, ഒരു ഹീറ്റിംഗ് അനുഭവപ്പെട്ടു. അങ്ങനെ അനുഭവപ്പെട്ടു. ഓക്കെ, ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ കൈ നോർമലായി. ഒരു നീറ്റലും ഇല്ല, ഒരു കറുത്ത പാടും ഇല്ല, ഒരു ചുവന്ന അവസ്ഥയില്ല, സ്കിൻ നോർമലായിട്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ ദൈവം അവിടെ വിടുവിച്ചായിരുന്നു. അവിടെ ആരുണ്ടായിരുന്നു സഹായിക്കാൻ? ആർക്കെങ്കിലും പറ്റുമോ? ഒരു കയ്യിൽ എണ്ണ വീണെന്ന് പറഞ്ഞുകൊണ്ട് ആ എണ്ണ എടുത്ത് മാറ്റാർക്കും പറ്റത്തില്ല. കിട്ടിയത് തന്നെ. അങ്ങനെ അപ്പോൾ ആ സാഹചര്യത്തിൽ ആരുണ്ടായിരുന്നു? ദൈവം കൂടെയുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ദൈവം ഈ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ കൂടെയും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഞാൻ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവം, എൻ്റെ വിളി കേൾക്കുന്ന ദൈവം, എൻ്റെ കരച്ചിൽ കേൾക്കുന്ന ദൈവം, എൻ്റെ ഹൃദയം അറിയുന്ന ദൈവം. ആ ദൈവത്തെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആരെങ്കിലും ദൈവസ്നേഹത്തിൽ ഇതുവരെ വന്നിട്ടില്ല എങ്കിൽ ദൈവം നിങ്ങൾക്കായി കാത്തിരിക്കുകയാണ്. ദൈവത്തെ സ്വീകരിക്കുക. ഒരപ്പനായി, അമ്മയായി നിങ്ങളോട് കൂടെ നിൽക്കുവാൻ, ഒരു സഹോദരനായി നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ കഴിയുന്ന ഒരേ ഒരു 100% പ്യുവറായിട്ട് നിൽക്കാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തിയുള്ളൂ, അത് ജീസസ് ക്രൈസ്റ്റ്. ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മക്കളായി മാറി, ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സാക്ഷിയായി മാറുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ സാക്ഷ്യം നിങ്ങൾക്ക് ഒരു പ്രചോദനമായിരിക്കട്ടെ. ദൈവനാമത്തിൽ കൂടെ മഹത്വം എടുക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവനാമ മഹത്വം എടുക്കട്ടെ. ആമേൻ.